ഹലോ നമസ്കാരം, എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുക്കിംഗ് വീഡിയോ അല്ല കാണിക്കുന്നത് കേട്ടോ. പകരം നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് പറഞ്ഞുതരാം. ചാനലിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ഇഷ്ടമാണെന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരുതേ. തൊട്ടടുത്ത് കിടന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടാലോ. അപ്പം ഞാൻ ടിപ്പ് നമ്പർ 1 പോവുകയാണ്. നമുക്ക് നാടൻ മുട്ട പുഴുങ്ങിയെടുക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ തോലൊന്നും നന്നായിട്ട് ഇളകി വരത്തില്ല. അതിൻ്റെ തൊലി ചിലപ്പോൾ അതിൽ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ മുട്ട പുഴുങ്ങുന്നതിന് മുന്നേ നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അത് നന്നായിട്ട് ഒരു 10 മിനിറ്റ് വെന്ത് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ മുട്ട ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ചൂടോടുകൂടി തന്നെ തണുത്ത വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അത് എന്തായാലും മസ്റ്റായിട്ട് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തണുക്കണം കേട്ടോ. തണുത്തതിന് ശേഷം മാത്രം നമുക്കിതിനെ പൊട്ടിക്കാം. പൊട്ടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് സാധാരണ മുട്ട പൊട്ടിക്കും പോലെയല്ല. നാടൻ മുട്ട പൊട്ടിക്കുമ്പോൾ നമുക്കിത് ഇതുപോലെ ഒത്തിരി ക്രാക്സ് ഇങ്ങനെ മുട്ടയിൽ മൊത്തം ആക്കി കൊടുക്കണം. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത് നല്ല സ്മൂത്തായിട്ട് ഇളകി വരും. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സാധാരണ നാടൻ മുട്ട പൊട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും ഒഴിവാക്കാൻ സാധിക്കും. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഈ പറഞ്ഞ രീതിയിൽ. ഇനി അടുത്ത ടിപ്പ് കൂടെ നമുക്ക് നോക്കാം. അതിന് മുന്നായിട്ട് ഞാൻ ഈ മുട്ട ഒന്ന് കാണിക്കാം നിങ്ങൾക്ക്. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാവുമല്ലോ, ക്ലിയറായിട്ട് അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരല്പം പോലും ക്രാക്സ് ഒന്നും വീഴാതെയാണ് ഞാനിത് ചെയ്തത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ശരി, അപ്പോൾ ഒരു ടിപ്പ് നിങ്ങൾക്ക് പിടികിട്ടി. ഇനി അടുത്തതിലോട്ട് പോയാലോ. ഇനി ടിപ്പ് നമ്പർ 2. നമ്മളെ ചോറ് നന്നായിട്ട് വെന്ത് പോകുന്ന, ചിലപ്പോൾ നമുക്ക് അബദ്ധം പറ്റാറുണ്ട് അല്ലേ, പായസം പോലെ ആകുമെന്നൊക്കെയുള്ള ഒരു ടെൻഷൻ വരും നമുക്ക്. ഓർമ്മയിൽ ചിലപ്പോൾ വരുന്ന പിശകൊക്കെയാണ്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് അതിന് ഒരു ചെറിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നാരങ്ങ നീരുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. ഈ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ചോറ് അത് വേർപെട്ട് പോകും കേട്ടോ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ലൈം എപ്പോഴും വീട്ടിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് നമുക്ക് ആ ചോറിലോട്ടൊന്ന് മെല്ലെ സ്ക്യൂസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അത് മാറിയില്ലെങ്കിൽ ഒരു 80% നല്ല വെന്ത ചോറിന് ഒരു മാറ്റം ഉണ്ടാകും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്യുക. ടിപ്പ് നമ്പർ 3. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പഞ്ചസാരയിൽ ഉറുമ്പ് വരുമ്പോൾ എന്താണ് നമുക്ക് അത് വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ പഞ്ചസാര ടീനിലോട്ട് ഒരു 4-5 ഗ്രാമ്പു നമുക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല. എനിക്ക് മിക്കവാറും ഇവിടെ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഞാൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഉറുമ്പേ വരാറില്ല. അപ്പോൾ അത് നല്ല നീറ്റായിട്ട് പഞ്ചസാര ഇരിക്കും. അപ്പോൾ എന്തായാലും ഗ്രാമ്പു വീട്ടിലുണ്ടാവുമല്ലോ, ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഇനി ടിപ്പ് നമ്പർ 4. അടുത്ത് ഞാൻ തേയിലപ്പൊടി നമ്മളെല്ലാവരും ചായക്ക് യൂസ് ചെയ്യാറുണ്ടല്ലോ. പക്ഷേ നമുക്ക് അതിൽ കുറച്ച് ഏലക്ക ചതച്ച് ഇട്ട് വെച്ചാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. ഏലക്കയുടെ ഫ്ലേവർ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്. അപ്പോൾ ഇതുപോലെ നമുക്കൊരു 4-5 ഏലക്ക കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ചായ ഇടുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേക ഫ്ലേവർ കിട്ടും. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്യുക. ഇനി ടിപ്പ് നമ്പർ 5. ഇനി നമുക്കെല്ലാവർക്കും സങ്കടം വരുന്നൊരു സംഭവമാണ് സവാള അരിയുമ്പോഴത്തേക്ക് കണ്ണ് നിറയുന്നത്. അതിന് കട്ടിംഗ് ബോർഡിൽ ഒരല്പം നമുക്ക് വിനീഗർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് നോക്കൂ, നിങ്ങളുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന ആ ഒരു സംഭവം ഇനി ഉണ്ടാകുകയില്ല. സ്മൂത്തായിട്ട് നമുക്ക് സവാള കട്ട് ചെയ്യാം. അതല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് വിനീഗർ വീട്ടിലില്ല എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതെന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇതല്ലെങ്കിൽ മറ്റൊരു മാർഗ്ഗം കൂടെയുണ്ട്. അതാണ് ടിപ്പ് നമ്പർ 6 ഞാൻ പറയുന്നത്. നമുക്ക് സവാള കട്ട് ചെയ്യുന്നതിന് ഒരു 20 മിനിറ്റ് മുമ്പ് ഫ്രീസറിലോട്ടൊന്ന് വയ്ക്കുക. അതിൻ്റെ ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഐസായി പോവും. 20 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് നോക്കൂ, അത് നമുക്ക് കണ്ണീരൊന്നും വരത്തില്ല കേട്ടോ. ഇനി ടിപ്പ് നമ്പർ 7. നമ്മൾ പപ്പടമൊക്കെ വറുത്തതിന് ശേഷം നമ്മൾ വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ ആ പപ്പടം പിന്നീട് പൊള്ളിക്കുമ്പോഴത്തേക്ക് അത് പൊള്ളി വരത്തില്ല, അത് പെട്ടെന്ന് കേടായിപ്പോവും. അപ്പോൾ പപ്പടം വറുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് ഒരു പേപ്പറിലൊക്കെ പൊതിഞ്ഞ് നന്നായിട്ടൊന്ന് കവർ ചെയ്യുക. എന്നിട്ട് നമുക്ക് അരി സൂക്ഷിക്കുന്ന ഒരു പാത്രം ഉണ്ടാവുമല്ലോ വീട്ടിൽ, ആ അരി ഇടുന്ന പാത്രത്തിലോട്ട്, ആ ടിന്നിലോട്ട് നമുക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് അരി കൊണ്ടൊന്ന് മൂടി വയ്ക്കുക. ആവശ്യം വരുമ്പോൾ മാത്രം വെളിയിലോട്ട് എടുക്കുക. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ പപ്പടം പഴയതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് വരും. അപ്പോൾ ഇതും കിട്ടിയല്ലോ. ഇനി നമുക്ക്
അടുത്ത ടിപ്പിലോട്ട് പോവാം. ടിപ്പ് നമ്പർ 8. ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വയ്ക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നം കുക്കറിനകത്ത് നമ്മൾ വയ്ക്കുമ്പോൾ അതിൽ വെള്ളം നിറഞ്ഞു വരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലൊരു പാത്രം കുക്കറിനകത്ത് ഇറങ്ങിയിരിക്കാൻ സൗകര്യമുള്ളൊരു പാത്രം വെച്ചിട്ട് നമുക്ക് പൊട്ടാറ്റോ ഒന്ന് വെച്ച് കൊടുത്ത് നോക്കാം. ആ പൊട്ടാറ്റോ നല്ല ക്ലിയർ ആയിട്ട് വരും, അതിനകത്ത് വെള്ളമൊന്നും വരത്തില്ല, നല്ല സിമ്പിളായിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പൊട്ടാറ്റോ നല്ല വെള്ളമില്ലാതെ കിട്ടും. ഇനി ടിപ്പ് നമ്പർ 9. വീണ്ടും പൊട്ടാറ്റോ തന്നെയാണ്. പൊട്ടാറ്റോ അരിഞ്ഞു വയ്ക്കുമ്പോൾ നിറം മാറിപ്പോകുന്നത് എല്ലാവർക്കും ഒരു പരാതിയുണ്ട് അല്ലേ, കളർ മാറിപ്പോകും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? അതേ പ്യുവർ വൈറ്റ് കളർ വരാനായിട്ട് നമുക്ക് ഇത് പിറ്റേ ദിവസം രാവിലെ പൊട്ടാറ്റോ മതിയെങ്കിൽ തലേദിവസം അരിഞ്ഞ് നമുക്ക് വയ്ക്കാം, പക്ഷേ കളറും ഫേഡാകത്തില്ല. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പൊട്ടാറ്റോ അരിഞ്ഞു വയ്ക്കുന്ന ആ ബൗളിലോട്ട് നമുക്ക് നിറയെ എന്ത് ചെയ്യുക, വെള്ളം ഒഴിച്ച് വെച്ച് കൊടുക്കുക. ഇതൊരു 4-5 ദിവസം കേടാകാതെ ഇരിക്കും, ഉറപ്പായിട്ടിരിക്കും. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ എയർ ടൈറ്റ് പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ടിപ്പ് നമ്പർ 10 പോകാം. സാധാരണ നമ്മൾ ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുന്ന ചിക്കനൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞ് ഒരു 2-3 മണിക്കൂർ വേണം അത് നന്നായിട്ടൊന്ന് പഴയ സ്റ്റേജിലോട്ട് വരാൻ. അപ്പോൾ നമുക്ക് ഒരു അരമണിക്കൂറിനകത്ത് ചിക്കൻ നന്നായിട്ട് വിട്ട് കിട്ടാനായിട്ട് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഉപ്പ് ആഡ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് നോക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാൻ മറന്നു പോരുതേ. എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഒരു 40 മിനിറ്റ്സ് കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ. എന്നിട്ട് നമുക്ക് പൈപ്പിൻ്റെ താഴെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇളക്കി നോക്കൂ. നിങ്ങൾക്ക് ചിക്കൻ നല്ല സിമ്പിളായിട്ട് ഇളകി വരുന്നുണ്ട്, കാണപ്പെടും അല്ലേ. അപ്പോൾ ഇതുപോലെ ഈ നല്ല ഈസി ആയിട്ട് ചിക്കൻ നമുക്ക് പെട്ടെന്ന് കറി വയ്ക്കാൻ സാധിക്കും. അല്ലാതെ 2 hours ഒക്കെ വെയിറ്റ് ചെയ്താൽ ആർക്കാണ് ഓഫീസിൽ പോകാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല ടിപ്സിനായിട്ടും നല്ല വീഡിയോസിനായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ലൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.